ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കും വിചാരിച്ചു ഇന്ന് മീനില്ലാത്തൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പൊ ബാ 2 തക്കാളി എടുക്കുക, തൊലി മൊത്തം കളയാ, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കുത്തിച്ചതച്ചത്, അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. ഇത് കറിവേപ്പിലയും ഞാൻ പോയി പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ അരമുറി തേങ്ങയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. കറിയുടെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അരമുറി തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചന്ദനം പോലെ അരയണം. അരപ്പ് അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടിക്കകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. അതിനകത്തേക്ക് ലേശം ഉലുവ പൊട്ടിക്കുക കേട്ടോ. നല്ലോണം ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, സവാള, ഇത്രയും സാധനങ്ങൾ, കരിവേപ്പില, ഇതെല്ലാം കൊണ്ടൊന്ന് ഉപ്പിട്ട്, അത്യാവശ്യം ഉപ്പിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം അതൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. അന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/4 ഭാഗം തക്കാളി ഇട്ട് കുത്തി ഉടച്ച് നല്ലോണം വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചന്ദനം പോലെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അത് നമുക്കങ്ങ് ചേർക്കാം. അതിനകത്തേക്ക് ലേശം കഴുകിയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കി ചൂടായതിനു ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ച്, ബാക്കി ലേശം തക്കാളി ഉടയാതിരിക്കാനാട്ടോ കുറച്ച് തക്കാളി എടുത്ത് മാറ്റി വെച്ചത്. അതിൻ്റെ ഒപ്പം നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് വെച്ച് കുടംപുളി ഇട്ടിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നല്ലോണം ഉപ്പൊക്കെ ഒന്ന് നോക്കി അടച്ചു വെക്കാം. അടച്ചു വെച്ച് തുറന്നു വരുമ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന കറി നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല അടിപൊളി വെട്ടിത്തിളച്ച് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തീ കുറച്ചതിന് ശേഷം കുറുകി വരുമ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. ഇന്നത്തെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.